സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. ക്രൈസ്തവ നിന്ദനത്തിൻ്റെ വൈറസ് ഇപ്പോൾ വ്യാപനത്തിലാണോ? കണ്ണൂർ ജില്ലയിലെ ഒരു ചെറുപ്പക്കാരൻ്റെ അവിവേകം നിശ്ചയമായും അതിൻ്റെ ലക്ഷണമാണ്. യേശുവിൻ്റെ ചിത്രത്തെ സിഗരറ്റ് വിരലിലേന്തിയ രൂപമായി മുഖഭേദം വരുത്തി ഫേസ്ബുക്ക് പോസ്റ്റിൽ അവതരിപ്പിച്ചത്, അതും ജ്വലിക്കുന്ന തിരുഹൃദയം ചിത്രീകരിച്ച രൂപത്തെ തന്നെ. ഇത് മുമ്പില്ലാത്ത പ്രവണത. ചെയ്തത് അക്രൈസ്തവ യുവാവ്. ലോകരക്ഷകനായ ക്രൈസ്തവ ലോകത്തിൻ്റെ മുഴുവൻ ആരാധ്യ ദൈവവുമായ യേശുവിൻ്റെ മഹത്വം ആ യുവാവിനെ അറിഞ്ഞുകൂടായിരിക്കാം. പക്ഷേ ലോകമെങ്ങുമുള്ള 230 കോടി ക്രൈസ്തവരും നിരവധി അക്രൈസ്തവരും ആരാധിക്കുന്ന ദൈവപുത്രൻ തനിക്കിങ്ങനെ അവഹേളിക്കാനുള്ള പാത്രമല്ലെന്ന് നിശ്ചയമായും അവനറിയാം, അഥവാ അറിഞ്ഞിരിക്കണം. എന്നിട്ടും അവനത് ചെയ്തു. അറിഞ്ഞുകൊണ്ട് ചെയ്ത പ്രവൃത്തിയെ ധിക്കാരമെന്നേ ആരും വിശേഷിപ്പിക്കാറുള്ളൂ. ആ ചെറുപ്പക്കാരൻ മാത്രമല്ല, മറ്റു പലരും ഇത്തരത്തിൽ നവമാധ്യമങ്ങളിൽ ഈശോയെ അവഹേളനാപൂർവം ചിത്രീകരിക്കുന്നു. ഈ നാളുകളിൽ ഇത്തരം അവതരണങ്ങൾ ആവർത്തിച്ചു കാണുന്നു എന്നതുകൊണ്ടാണ് പ്രവണത എന്ന് പറയേണ്ടി വന്നത്. ഇവർക്കാർക്കെങ്കിലും ഈശോയോട് വ്യക്തിപരമായ വിദ്വേഷം തോന്നാൻ കാരണമില്ല. ഇന്നലെ വരെ ഇവരിങ്ങനെ ചെയ്തതായി അറിവുമില്ല. അടുത്ത നാളിൽ രൂപപ്പെട്ട ക്രൈസ്തവ നിന്ദനങ്ങളുടെ ഫലം മുതിർന്നവർ സൃഷ്ടിക്കുന്ന സാഹചര്യം ചെറുതലമുറയെ നീചമായി സ്വാധീനിക്കുന്നു. ഈശോ എന്ന സിനിമയ്ക്കെതിരെ ഉയർന്ന പ്രതിഷേധത്തെ അപഹസിച്ചവരോട് പറയാനുള്ള ഉത്തരമാണിത്. ഒരു സിനിമയ്ക്ക് ഈശോ എന്ന് പേരിട്ടാൽ എന്തു സംഭവിക്കുമെന്നു ചോദിച്ചവരോടുള്ള മറുപടിയും ഇതുതന്നെ. സിനിമയ്ക്ക് പേരിടുന്നത് അതിർവരമ്പില്ലാത്ത ആവിഷ്കാര സ്വാതന്ത്ര്യമെന്ന് പ്രഖ്യാപിച്ചവർക്ക് കൂടിയുള്ള ഉത്തരം. ഒരു ഭൂഖണ്ഡത്തിൻ്റെ പേരുള്ള ചാനലിൽ ഇരുന്നാണ് ഒരു ക്രൈസ്തവ പേരുകാരൻ സിനിമയ്ക്ക് ഈശോ എന്ന് പേരിട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചത്. നാവിൽ വന്ന ഏതാനും സിനിമാ പേരുകളൊക്കെ പറഞ്ഞിട്ട് പിന്നെയും അദ്ദേഹം ചോദ്യം ചെയ്തു, അവയ്ക്കില്ലാത്ത എന്തു കുഴപ്പമാണ് ഈശോ എന്ന സിനിമാ പേരിനുള്ളതെന്ന്. ഒരു കത്തോലിക്ക വിശുദ്ധന്റെ പേരുള്ള ലോറിയിൽ നിന്ന് മാലിന്യം തള്ളുമ്പോൾ ഇല്ലാത്ത എന്തു വേദനയാണ് സിനിമാ പേരിന്റെ കാര്യത്തിൽ ഉള്ളതെന്ന്. കേരളത്തിൽ നിരവധി ക്രൈസ്തവ സഭകളുള്ളപ്പോൾ കത്തോലിക്ക സഭയ്ക്കും ഏതോ ബിഷപ്പിനും മാത്രം എന്താണ് ഈശോ എന്ന പേരിന്റെ കാര്യം പറയാൻ അവകാശമെന്ന്? തീർച്ചയായും താനൊരു ക്രൈസ്തവനാണെന്ന ഭാവത്തിലും ന്യായത്തിലുമാണ് ക്രൈസ്തവരുടെ പ്രതിഷേധത്തെ മുഴുവൻ അപഹസിക്കുന്ന പ്രഖ്യാപനം അദ്ദേഹം നടത്തിയത്. ഇതേ മട്ടിൽ പ്രശസ്ത ചലച്ചിത്രകാരന്മാരായ മറ്റു 2 ക്രൈസ്തവർ കൂടി പ്രതിഷേധങ്ങളെ തള്ളിപ്പറഞ്ഞു. ഇവരോടെല്ലാം പറയാനുള്ളത് ഇതാണ്: ഒരു സിനിമാ പേരിട്ടോ ഏതെങ്കിലും വിധത്തിലോ അപമാനിച്ചാൽ ഈശോയ്ക്കൊന്നും സംഭവിക്കില്ല. അത് ചെയ്യുന്നവർക്കായി തിന്മയുടെ ശക്തി കരുതി വയ്ക്കുന്ന ദുരന്തത്തെക്കുറിച്ചുള്ള ദുഃഖമല്ലാതെ മറ്റൊന്നും ഈശോയ്ക്ക് ഉണ്ടാകാനില്ല. ഈശോയിൽ ഉറച്ച വിശ്വാസമുള്ളവർക്കും ഒന്നും സംഭവിക്കില്ല. പക്ഷേ ഈശോയെ ഒരു കൂട്ടർ അവമതിക്കുമ്പോൾ അതിനെക്കുറിച്ച് ശരിയായ കാഴ്ചപ്പാടില്ലാത്ത ചെറുതലമുറയെ അത് വഴിതെറ്റിക്കും. തങ്ങളുടെ പരിപാലനയ്ക്കായി ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ചെറുപ്പക്കാരെ കുറിച്ച് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ആകുലരായി പറ്റൂ. അതിന് ഈശോ നാമത്തെ അവമതിക്കുന്ന നടപടികളും അത് ചെയ്തവരുടെ ലക്ഷ്യങ്ങളും തുറന്നു കാട്ടിയേ മതിയാകൂ. അതവർ തീർച്ചയായും ചെയ്തിരിക്കും. ആരൊക്കെ അതിനെ അപഹസിക്കാൻ ശ്രമിച്ചാലും വിശുദ്ധന്റെ പേരിട്ട ആരുടെയോ ലോറിയിൽ കച്ചറ കടത്തുന്നതും വൈദിക നിരയിൽ ആർക്കെങ്കിലും വഴി തെറ്റിയതും ഈശോയുടെ നാമദൂഷണത്തോട് തുലനപ്പെടുത്തുന്നവരുടെ വിചാരശൂന്യത നീക്കിത്തരാൻ ക്രൈസ്തവ വിശ്വാസികൾക്ക് ബാധ്യതയില്ല. വ്യക്തികളുടെ ഒറ്റപ്പെട്ട പ്രവൃത്തികളുടെ പ്രഭാവത്തെക്കാൾ എത്രയോ വലുതാണ് സാംസ്കാരിക സൃഷ്ടിയിലൂടെ, കലാസൃഷ്ടിയിലൂടെ പകരുന്ന വിഷസന്ദേശങ്ങളുടെ ദുഷ്ടഫലം. ഈ വസ്തുത നിങ്ങളെ ആരെങ്കിലും പറഞ്ഞു മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഈശോയുടെ നാമദൂഷണത്തെക്കാൾ വലിയ ഭീകര കുറ്റമാണ് അതിനെ പ്രതിഷേധിക്കുന്നവരുടെ നടപടി എന്ന നിങ്ങളുടെ പുത്തൻ നിയമനിർമ്മാണം. വിസ്മയകരം തന്നെ. പറഞ്ഞു കയറുമ്പോൾ ഒരു കാര്യം നിങ്ങൾ സ്വയം വെളിവാക്കി: ക്രൈസ്തവ നാമം ഉള്ളതുകൊണ്ട് മാത്രം ആരും ക്രൈസ്തവനാകുന്നില്ല. ചലച്ചിത്ര ഭാഷയിൽ തന്നെ പറയാം,
അതിന് ക്രിസ്ത്യൻ സെൻസിബിലിറ്റി അഥവാ ക്രൈസ്തവ സംവേദനം ഉള്ളിലുണ്ടാകണം. പോരാ, ക്രിസ്ത്യൻ സെൻസും സെൻസിറ്റിവിറ്റിയും കൂടി വേണം. ചുരുക്കി പറഞ്ഞാൽ പൂർണ്ണ സജീവമായ ക്രൈസ്തവ മനസാക്ഷി എന്നൊന്നും ഉള്ളിലുണ്ടാകണം. ക്രൈസ്തവ നാമത്തിനൊപ്പം ആ സെൻസിറ്റിവിറ്റി കൂടി പകർന്നു കിട്ടിയിട്ടില്ലെങ്കിൽ ഈശോ എന്ന പേരിനോട് നിങ്ങൾക്കെന്നല്ല ആർക്കും ഒന്നും തോന്നില്ല. അത്തരം ദുരന്തം ചെറുപ്പക്കാർക്ക് ഇനിയെങ്കിലും സംഭവിക്കാതിരിക്കാനാണ് ഇപ്പോഴത്തെ ജാഗ്രതയും പ്രതിഷേധവും. നിങ്ങൾക്ക് ഈശോ പ്രിയതമനാണെങ്കിൽ, ആത്മനാഥനാണെങ്കിൽ, രക്ഷകനാണെങ്കിൽ ഈശോയുടെ നാമം അലക്ഷ്യപ്പെടുത്തുന്നതിൽ നിങ്ങളുടെ ഹൃദയം വേദനിച്ചിരിക്കും. അത് ആരുടെയും കൈവെട്ടുന്ന വിദ്വേഷമല്ല, ആരെയും സ്വഭാവഹത്യ ചെയ്യുന്ന പകയുമല്ല, സ്നേഹഭരിതമായ ക്രൈസ്തവ മനസാക്ഷിയുടെ ചലനമാണ്. കത്തോലിക്ക സഭാപിതാക്കന്മാരുടെ അവകാശം നിങ്ങൾ ചോദ്യം ചെയ്തു. നിങ്ങൾ ലളിതമായൊരു കണക്കറിഞ്ഞു വെക്കുക. കേരളത്തിലെ 62 ലക്ഷത്തിലേറെ ക്രൈസ്തവരിൽ 60% കത്തോലിക്ക വിശ്വാസികളാണ്. അവർക്ക് വേണ്ടി അഭിപ്രായം പറയാൻ, ഈശോ നാമ ദൂഷണത്തെ പ്രതിഷേധിക്കാൻ കത്തോലിക്ക മേലധ്യക്ഷന്മാർക്ക് അവകാശം മാത്രമല്ല കടമയുമുണ്ട്. അവർക്കത് ചെയ്യുന്നതിന് ഒരു ചാനലിൻ്റെയും ചാനൽ ജീവിയുടെയും അനുവാദം ആവശ്യമില്ല. അവരുടെ നേരെ ആരുടെയും ഭീഷണിപ്പെടുത്തലും വേണ്ട. സാമാന്യ ക്രൈസ്തവ വിശ്വാസികളെല്ലാം നിങ്ങൾക്കൊപ്പമാണെന്ന തോന്നലുണ്ടെങ്കിൽ അത് അബദ്ധം. മറ്റൊന്നും കൂടി ഓർമ്മിപ്പിക്കാം. നിങ്ങൾ പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം ഭരണഘടന തരുന്ന അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തേക്കാൾ മഹത്തായ ഒന്നുമല്ല. സംസ്കൃത സമൂഹത്തിൽ ഒരു വിശ്വാസി ഗണത്തിന്റെ ആരാധ്യനാമത്തോട് അലക്ഷ്യം കാട്ടാൻ ആവിഷ്കാരകർക്കെല്ലാം അവകാശവുമില്ല. ഇസ്ലാമിക നിയമം വാഴുന്ന രാജ്യങ്ങളിൽ, രാജ്യഭരണം നടക്കുന്ന ദേശങ്ങളിൽ, കമ്മ്യൂണിസ്റ്റ് സർവാധിപത്യത്തിനോ ഏകാധിപത്യത്തിനോ കീഴിൽ പട്ടാളം ഭരിക്കുന്ന നാടുകളിൽ ഒന്നും നിങ്ങൾ ഈ സ്വാതന്ത്ര്യം കടലാസിൽ പോലും കാണില്ല. അഭയം കൊടുക്കുന്നവന്റെ മേൽ കുതിര കയറാൻ കൂടി ആവിഷ്കാര സ്വാതന്ത്ര്യവാദികൾക്ക് കഴിയുന്നത് ക്രൈസ്തവ സംസ്കാരത്തിൽ ചുവടുറപ്പിച്ച് സ്വതന്ത്ര ചിന്തയിലേക്ക് വന്ന പാശ്ചാത്യ രാജ്യങ്ങളിലും ഇന്ത്യയിലും. ചാനൽ പൂരത്തിലും സിനിമാ വ്യാപാരത്തിലും പെട്ട് ക്രിസ്ത്യൻ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ടവർ സ്വന്തം അഭിപ്രായം പറഞ്ഞുകൊള്ളുക. പക്ഷേ ക്രൈസ്തവ മനസാക്ഷി സജീവമായി തുടിക്കുന്നവരോടും അവരെ നയിക്കുന്നവരോടും തട്ടിക്കയറാൻ തുനിയരുതെന്നു മാത്രം. നാദിർഷായുടെ അല്പം ക്രൈസ്തവർക്ക് താങ്കളുടെ ചോരയോ വിയർപ്പോ വേണ്ട. ചാനൽ ജീവികളുടെ വാക്കുകൾ കേട്ട് നിങ്ങൾ ഹൃദയം കഠിനമാക്കിയാൽ അത് നിങ്ങളെ മാത്രമേ ബാധിക്കാൻ പോകുന്നുള്ളൂ. നീതിപീഠം നിങ്ങളെ ശരിവെച്ചതാണെന്ന അബദ്ധചിന്ത നിങ്ങളെ തീണ്ടാതിരിക്കട്ടെ. മാറ്റത്തിനുള്ള തീരുമാനം ഏതു നിമിഷമെങ്കിലും നിങ്ങളെ സ്പർശിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത് കെട്ടുകഥയാണോ? ചില യുക്തിവാദികൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് പോലെ ബിഗ് ബാങ് ശാസ്ത്ര സിദ്ധാന്തം വിശുദ്ധ ബൈബിളിന് എതിരാണോ? പറഞ്ഞാൽ ആരും പെട്ടെന്ന് വിശ്വസിക്കില്ല. എങ്കിലും സത്യം ഇതാണ്. ബിഗ് ബാങ് സിദ്ധാന്തം ഉൽപ്പത്തി വിവരണത്തോട് ചേർന്നു നിൽക്കുന്നു. എങ്ങനെയെന്ന് ചോദിക്കാൻ വരട്ടെ. ആദ്യം നമുക്ക് ബിഗ് ബാങ് എന്താണെന്ന് നോക്കാം. വളരെ പണ്ട് തുടക്കത്തിലുണ്ടായിരുന്ന ഒരു ചെറിയ കണം മഹാവിസ്ഫോടനത്താൽ വികസിച്ച് ഇന്ന് കാണുന്ന പ്രപഞ്ചമായി. ഇതാണ് ബിഗ് ബാങ് സിദ്ധാന്തത്തിന്റെ രത്നച്ചുരുക്കം. പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ ബെൽജിയംകാരനായ കത്തോലിക്ക വൈദികൻ ജോർജ് ലമൈത്ര ആണ് ഈ വികാസത്തിന്റെ തുടക്കം ഒരു ആദി കണത്തിന്റെ വിസ്ഫോടനത്തിൽ നിന്നാണെന്ന സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. ലുവൈൻ സർവകലാശാലയിൽ ഫിസിക്സ് പ്രൊഫസറായിരുന്നു ലമൈത്ര. സിദ്ധാന്തത്തെ ബിഗ് ബാങ് എന്ന് വിളിച്ചത് പക്ഷേ വിമർശകനായ ഫ്രെഡ് ഹോയലാണ്. 1981 വത്തിക്കാനിലെ പൊന്തിഫിക്കൽ അക്കാഡമി ഓഫ് സയൻസിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സംവാദ യോഗത്തിൽ ശാസ്ത്ര മനസ്സുകളെ അമ്പരപ്പിക്കുന്ന ഒരു നിഗമനം മഹാശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിങ്സ് ലോകത്തോട് പറഞ്ഞു. പ്രപഞ്ചം ശൂന്യതയിൽ നിന്ന് ഉളവായി എന്ന്. ബിഗ് ബാങ് വഴിയുള്ള പ്രപഞ്ചാരംഭത്തിനു മുമ്പ് സമയം പോലും ഉണ്ടായിട്ടില്ലാത്ത ശൂന്യതയാണ് ഉണ്ടായിരുന്നത് എന്നാണ് ഹോക്കിങ്സ് വിശദീകരിച്ചത്. പ്രപഞ്ചം ശൂന്യതയിൽ നിന്ന് ഉളവായി എന്ന ഉത്തരം ശാസ്ത്രത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ലല്ലോ. അതിനാൽ മറ്റൊരു ഉത്തരത്തിനുള്ള ശ്രമം ശാസ്ത്രജ്ഞർ നിശ്ചയമായും തുടരും. എന്നാൽ
ബിഗ് ബാങ് സിദ്ധാന്തവും ഹോക്കിങ്സിന്റെ വിശദീകരണവും ചേർന്ന് പ്രപഞ്ചോൽപത്തി സംബന്ധിച്ച് ലോകത്തിന് നൽകുന്ന വിശദീകരണം ഇതാണ്. പ്രപഞ്ചത്തിന്റെ തുടക്കം ശൂന്യതയിൽ നിന്നാണ്. പ്രപഞ്ചത്തിന്റെ തുടക്കത്തിനൊപ്പമാണ് സമയത്തിൻ്റെയും തുടക്കം. അതുവരെ സമയം എന്നൊന്നും ഇല്ലായിരുന്നു. ഒരു ചെറുകണത്തിന്റെ വിസ്ഫോടന തുല്യമായ അതിവേഗ വികാസം വഴിയാണ് സമയവും ആകാശവും ഒന്നിച്ചു ചേർന്ന് പിറന്നതും പ്രപഞ്ചമായി വീർത്തു വികസിക്കാൻ തുടങ്ങിയതും. തുടർന്നുള്ള മാറ്റത്തിനിടെയാണ് ആകാശബലങ്ങളും വസ്തുക്കളും ഗോളങ്ങളും ഗോള സമൂഹങ്ങളും ഒക്കെ രൂപം കൊണ്ടത്. 1380 കോടി വർഷങ്ങളെടുത്താണ് പ്രപഞ്ചം ഇന്നത്തെ അവസ്ഥയിലെത്തിയത്. പ്രപഞ്ചത്തിന് ഷട്ടിൽ കോക്കിന്റെ ഏകദേശ ആകൃതിയാണുള്ളത്. അത് ശൂന്യതയ്ക്ക് നടുവിൽ അദൃശ്യമായ ആവരണം എന്നതുപോലെയാണ് ആയിരിക്കുന്നത്. ഈ പറഞ്ഞതൊക്കെ ഉൽപ്പത്തി വിവരണവുമായി എങ്ങനെ യോജിക്കും എന്ന് നോക്കാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പക്ഷേ ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു എന്നാണല്ലോ ഉൽപ്പത്തിയുടെ ആദ്യവാക്യങ്ങൾ. ദൈവം സൃഷ്ടിച്ച ഭൂമിയും ആകാശവും അവിടെ ഉണ്ടെങ്കിൽ, അഥവാ അവ ഉണ്ടായി കഴിഞ്ഞെങ്കിൽ, ആ അവസ്ഥയിൽ അത് ഒരേ സമയവും രൂപരഹിതവും ശൂന്യവുമാകുക സാധ്യമല്ല. ചില ബൈബിളിൽ ശൂന്യം എന്നതിന് പകരം പാഴ് എന്ന വാക്ക് കണ്ടേക്കാം. അതും നാം സാധാരണമായി മനസ്സിലാക്കുന്ന അർത്ഥത്തിലല്ല. കാരണം ദൈവം പാഴായി ഒന്നും സൃഷ്ടിക്കുന്നില്ല. അപ്പോൾ ഒരേ സമയം രൂപരഹിതവും ശൂന്യവും എന്ന് പറഞ്ഞാൽ ഭൂമി ഭൗതികമായി രൂപപ്പെട്ടിട്ടില്ല എന്നു തന്നെയാണ് അർത്ഥം. അതായത് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു, പക്ഷേ ഭൂമി ഇല്ല എന്ന്. ഇതെങ്ങനെ സംഭവിക്കും? ജെറേമിയ 33 അധ്യായം 2 വാക്യം നോക്കുക. ഭൂമിയെ സൃഷ്ടിക്കുകയും അതിനെ രൂപപ്പെടുത്തി ഉറപ്പിക്കുകയും ചെയ്ത കർത്താവ്, അവിടുത്തെ നാമം കർത്താവ് എന്നാണ് അരുളി ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഭൂമി സൃഷ്ടിക്കപ്പെട്ടത് ദൈവിക ജ്ഞാനത്തിലും ഉറപ്പിക്കപ്പെട്ടത് ഭൗതിക രൂപത്തിലും എന്നാണ് സൂചന. ഇതുതന്നെയാണ് ഉൽപ്പത്തിയുടെ വാക്യങ്ങളിലും നമ്മൾ കണ്ടത്. സൃഷ്ടി സംഭവിച്ചത് ആദിയിലാണല്ലോ. ആദി എന്നത് സമയത്തിൻ്റെ ആവിർഭാവമാണ്. സമയത്തിലാണ് സ്ഥലവും പദാർത്ഥവും രൂപപ്പെട്ടത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതിൻ്റെ ആന്തരികാർത്ഥം സമയത്തിൻ്റെ ആരംഭത്തിൽ സമയത്തിന് പുറമെ ആകാശത്തെയും ഭൂമിയെയും കൂടി സൃഷ്ടിച്ചു എന്നാണ്. ബൈബിൾ മനുഷ്യരക്ഷയെ സംബന്ധിച്ച ഗ്രന്ഥമായതിനാൽ അതിൽ ഭൂമി എന്നത് പലയിടത്തും വിഷയകേന്ദ്രമായി പറയുന്നു എന്നേയുള്ളൂ. ദൈവം ആദിയെ, ആരംഭത്തെ, സമയത്തെ നൽകിയപ്പോൾ ഭൂമിയടക്കം ആകാശം ദൃശ്യപ്രപഞ്ചമായി മാറി. അലങ്കാര രൂപത്തിൽ പറഞ്ഞാൽ ആകാശത്തെയും ഭൂമിയെയും ദൈവം സമയമെന്ന ചർമ്മം അണിയിച്ചു. അപ്പോൾ അവ അറിയപ്പെടുന്നവയായി. ഇതുതന്നെയാണല്ലോ ഹോക്കിങ്സും ബിഗ് ബാങ് സിദ്ധാന്തം കൂടിച്ചേർന്ന് പറയുന്നത്. ശൂന്യതയിൽ നിന്ന് പ്രപഞ്ചമുണ്ടായി എന്ന് പറയുന്ന ഹോക്കിങ്സ് പ്രപഞ്ചത്തിന് ഷട്ടിൽ കോക്കിന്റെ ആകൃതിയാണുള്ളതെന്നും കൂടി പറയുന്നു. ഷട്ടിൽ കോക്കിന്റെ തുറന്ന മുഖം സൂചിപ്പിക്കുന്നത് പ്രപഞ്ചാകാശം തുറന്നു കിടക്കുന്നു എന്നല്ല, അത് സമയത്തെ സൂചിപ്പിക്കുന്ന ഭാഗമാണ്. അതായത് അനന്തമായ കാലത്തിലേക്കുള്ള യാത്രയുടെ സൂചകമാണത്. പറയാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നാണ്. ഹോക്കിങ്സ് പ്രപഞ്ചത്തിന് ആകൃതി സൂചിപ്പിക്കുമ്പോൾ തിരുഗ്രന്ഥം അതേക്കുറിച്ച് എന്തെങ്കിലും സൂചന തരുന്നുണ്ടോ? ഉൽപ്പത്തി പുസ്തകം പ്രപഞ്ചത്തിൻ്റെ ആകൃതിയെക്കുറിച്ച് പറയുന്നില്ല. എന്നാൽ ഒരുപക്ഷെ ഏറ്റവും വിസ്മരണീയമായ ഉത്തരമാണ് മറ്റു ചില തിരുവചനങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. ദൈവം ആകാശത്തെ വിരിക്കുന്നു എന്ന് നിരവധി വചനങ്ങളിൽ പറയുന്നു. ജോബ് 9, സങ്കീർത്തനം 104, ഏശയ്യ 40, 42, 44, 45, 48, 51, ജെറേമിയ 10, 51 എന്നീ അധ്യായങ്ങളിലെല്ലാം ഇത് കാണാം. ചുരുങ്ങി ചെറുതായ അവസ്ഥയിലുള്ളതിനെ ആണല്ലോ വിരിക്കുക. ഏത് ആകൃതിയിലാണ് ദൈവം ആകാശത്തെ അഥവാ പ്രപഞ്ചത്തെ വിരിക്കുന്നത് എന്നുകൂടി നോക്കുക. സങ്കീർത്തനം 104 അധ്യായം 2 വാക്യത്തിലും ഏശയ്യ 40 അധ്യായം 22 വാക്യത്തിലും പറയുന്നു, ആകാശത്തെ കൂടാരം പോലെ വിരിച്ചിരിക്കുന്നു എന്ന്. ഇസ്രയേൽ ജനത്തിന് പരിചയമുള്ള കൂടാരവും സ്റ്റീഫൻ ഹോക്കിങ്സ് പറഞ്ഞ ആധുനിക കാലത്തെ ഷട്ടിൽ കോക്കും തമ്മിൽ ആകൃതിയിലുള്ള സാമ്യം വിശ്വാസികൾക്ക് വിസ്മയനീയമല്ലേ? സൃഷ്ടികർമ്മം 6 ദിവസം കൊണ്ട് നടത്തി എന്നത് അക്ഷരാർത്ഥത്തിലാണെന്ന് കത്തോലിക്ക സഭ
നിർബന്ധപൂർവം പഠിപ്പിക്കുന്നില്ല. ദൈവത്തിന് ഒരു ദിവസം 1000 വർഷം പോലെയും 1000 വർഷം ഒരു ദിവസം പോലെയും എന്ന് പത്രോസിന്റെ ലേഖനം പറയുമ്പോൾ 1380 കോടി വർഷമെടുത്ത് 6 ഘട്ടമായി നടന്ന കർമ്മം എന്ന് മനസ്സിലാക്കാൻ വിശ്വാസിക്ക് എന്താണ് തടസ്സം? എന്തായാലും പരസ്പരം ബന്ധപ്പെട്ട് നിയമം അനുസരിച്ച് നീങ്ങുന്ന ഗോളങ്ങളും സൗരയൂഥങ്ങളും നക്ഷത്ര സമൂഹങ്ങളും രൂപപ്പെട്ടതും അവയെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കിയതും സൃഷ്ടാവ് നിശ്ചയിച്ച പദ്ധതി പ്രകാരമാണെന്നതിൽ വിശ്വാസിക്ക് സംശയമില്ല. അതെല്ലാം യാദൃശ്ചികമായി ഉണ്ടായി എന്ന് കരുതാൻ യുക്തിബോധമുള്ള ആർക്കെങ്കിലും കഴിയുമോ? ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ശുഷ്കാന്തി കാട്ടേണ്ടവർ ആരുടെയെങ്കിലും രക്തത്തിനു വേണ്ടി ദാഹിച്ചു നടക്കുന്നത് കാണേണ്ടി വന്നാൽ സാധാരണ വിശ്വാസികൾക്കും അത് വേദനാജനകമാണ്. പ്രത്യേകിച്ച് അതൊരു സഭാപിതാവിൻ്റെ രക്തത്തിനു വേണ്ടി എന്ന് വന്നാൽ. അതല്ലെങ്കിൽ തങ്ങളുടെ മുഖ്യ ഉത്തരവാദിത്തം സഭയുടെ സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി മേലാധികാരികളുടെ നീക്കം നിരീക്ഷിച്ചു നടക്കലാണെന്ന് തോന്നിക്കുന്നവരും വേദന ജനിപ്പിക്കുന്നു. അടുത്ത കാലത്തായി സീറോ മലബാർ സഭയിൽ സഭാ നേതൃത്വത്തെ വിഷമത്തിലാക്കി വലിയത് എന്തോ നേടുന്നു എന്ന് കരുതുന്നവരുടെ പ്രവണത ശക്തിപ്പെടുന്നു. ആരെയും ചോദ്യം ചെയ്യുന്നതും വെല്ലുവിളിക്കുന്നതും സമൂഹ മധ്യത്തിൽ അവഹേളിക്കുന്നതും ന്യായമായാലും അന്യായമായാലും നിയമക്കുരുക്കുകളിലേക്ക് വലിച്ചഴക്കുന്നതും മഹത്തായ അവകാശങ്ങളുടെ പ്രയോഗമാണെന്ന് കരുതുന്നവരും ഏറി വരുന്നതായി തോന്നുന്നു. ഒരു കാര്യം തർപ്പിച്ചു പറയാം. കേരളത്തിലെ സഭയ്ക്ക് കൈ അയച്ചു നൽകിയിട്ടുള്ള നിരവധി നല്ല വ്യക്തികൾ പല രൂപതകളിലും അതിരൂപതകളിലുമുണ്ട്. അവരൊക്കെ നൽകിയ സംഭാവനകൾ സഭയ്ക്ക് ഏറെ മുതൽക്കൂട്ടായിട്ടുമുണ്ട്. അവരെ പോലെ അല്ലെങ്കിലും തങ്ങളുടെ ഇല്ലായ്മയിൽ നിന്ന് സഭയ്ക്ക് നൽകി കർത്തൃസന്നിധിയിൽ സമ്പന്നത നേടിയ അനേകർ വേറെയുമുണ്ട്. കണ്ടുവരുന്ന ഒരു സാമാന്യ നിയമം ഇതാണ്: സ്വമനസ്സ സഭയ്ക്ക് കൈ തുറന്നോ ഹൃദയം തുറന്നോ നൽകിയിട്ടുള്ള അവരാരും ഇതുവരെ സഭാ നേതൃത്വത്തെ വെല്ലുവിളിക്കാനും സഭാധികാരികളെ സമൂഹ മധ്യത്തിൽ അവഹേളിക്കാനും മുതിർന്നിട്ടില്ല. കൈയും ഹൃദയവും തുറക്കാൻ തയ്യാറാകാത്തവർ എന്തിൻ്റെയൊക്കെയോ സംരക്ഷകരെന്നും പോരാളികളെന്നും നടിച്ച് സഭാഗാത്രത്തെ മുറിവേൽപ്പിക്കാൻ തത്രപ്പെടുന്നതും കാണാറുണ്ട്. ജീവിക്കാൻ ഏറെ കഷ്ടപ്പെടുമ്പോഴും സഭാപിതാക്കളെ പഴിക്കാനോ കുറ്റപ്പെടുത്താനോ നാവ് ഉപയോഗിക്കാത്തവരാണ് നിരവധി പേരും. അവരാരും ഭോഷന്മാരായതുകൊണ്ടല്ല അങ്ങനെ പെരുമാറുന്നത്. മറിച്ച് സഭ ആരുടെ ശരീരമാണോ ആ ഈശോയോടുള്ള സ്നേഹത്താൽ തന്നെയാണ്. മാർപ്പാപ്പയുടെ നിർദ്ദേശത്തിനെതിരെ പോലും നിലകൊള്ളും എന്ന് സമൂഹത്തിന് കാട്ടിക്കൊടുക്കുന്നവർ ഒന്നു മറക്കുന്നു. അനുസരണം കാട്ടിക്കൊണ്ടല്ലാതെ അനുസരണം ആവശ്യപ്പെടാൻ ആർക്കും കഴിയില്ല. ഇതെല്ലാം പറയുമ്പോൾ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ മുഖം ആരെങ്കിലും മനസ്സിൽ കണ്ടെങ്കിൽ അത് യാദൃശ്ചികമല്ല. തീർച്ചയായും അതൊരു മുറിവേൽപ്പിക്കപ്പെട്ട മുഖമായി തന്നെ ഭൂരിപക്ഷം സഭാവിശ്വാസികളും മനസ്സിൽ കാണുന്നു. ഇതുവരെ പറഞ്ഞ വേദനകളുടെ എല്ലാം നിഴൽ വീണ രൂപമായി. സഭാംഗങ്ങളുടെ പ്രാർത്ഥന അദ്ദേഹത്തിനൊപ്പമുണ്ട് എന്നതിൽ സംശയമില്ല. റോമ സാമ്രാജ്യത്തിൻ്റെ വിധി തീർപ്പിനെ സ്വന്തം രക്ഷകനെ തള്ളിവിട്ടവരുടെ പ്രവണത സഭാ സമൂഹത്തെ വേദനിപ്പിക്കും വിധം ആവർത്തിക്കാതിരിക്കട്ടെ. എങ്ങനെയാണ് ഒരു കൂട്ടം ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ സർക്കാരിന് ഇങ്ങനെ പെരുമാറാൻ കഴിയുക? രാഷ്ട്രീയ നേതൃത്വം ഇത്തരത്തിലൊരു നീക്കത്തിന് മുതിർന്നാൽ കൂടി പിശക് ചൂണ്ടിക്കാട്ടാനും ശരിയായ ഉപദേശം നൽകാനും ബാധിതപ്പെട്ടവരല്ലേ ഉദ്യോഗസ്ഥ പ്രമാണികൾ? എന്നിട്ടും അഗതികളുടെ പെൻഷൻ ഇല്ലാതാക്കുന്ന ഒരു ഉത്തരവ് സാക്ഷര കേരളത്തിലെ ധനവകുപ്പ് മേലാളന്മാർ പുറപ്പെടുപ്പിക്കാൻ ഇടവന്നത് എങ്ങനെ? ഇങ്ങനെ ഒരു ഉത്തരവ് ഒപ്പുവെച്ചവർക്കും അതിനെ ശരിവെച്ചവർക്കും ലജ്ജയില്ലേ എന്നേ ചോദിക്കാനാവൂ. ഗതിയും മേൽഗതിയും ഉണ്ടായിരുന്നവർ പോലും ദുരിതക്കയത്തിൽപ്പെട്ട് വലയുന്ന കാലം ദിനരാത്രങ്ങൾ കടത്തിവിടുക എന്നത് മാത്രം ജീവിത ലക്ഷ്യമായി ചുരുങ്ങിപ്പോയ പാവങ്ങളാണ് അഗതി മന്ദിരങ്ങളിലുള്ളത്. അനാഥരും വൃദ്ധജനങ്ങളും അഗതികളും കഴിഞ്ഞുകൂടുന്ന ഇടങ്ങൾ. അവിടങ്ങളിലെ അന്തേവാസികൾക്ക് സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകേണ്ടതില്ലെന്ന തീരുമാനത്തിന് സർക്കാരിനെ പ്രേരിപ്പിച്ച എന്തു വലിയ കാരണമാണുള്ളത്? ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് സർക്കാർ ഇതര സ്ഥാപനങ്ങളായതുകൊണ്ട് മാത്രമോ?
എങ്കിൽ ഇത്തരം സ്ഥാപനങ്ങളുടെ ആവശ്യമേ വേണ്ടി വരാത്ത വിധം സർക്കാർ തന്നെ സംസ്ഥാനമൊട്ടാകെ ആവശ്യത്തിന് അഗതി മന്ദിരങ്ങൾ തുറക്കട്ടെ. വയോധികരുടെയും അഗതികളുടെയും അനാഥരുടെയും സംരക്ഷണം മറ്റെന്തിനേക്കാളും പ്രധാനമെന്ന് തിരിച്ചറിയാത്തവരല്ലല്ലോ ഭരണതലങ്ങളിലുള്ളവർ. ഈ വിഭാഗങ്ങൾക്ക് താങ്ങാകാനെങ്കിലും കഴിയുന്നില്ലെങ്കിൽ അത് ഏത് സർക്കാരിൻ്റെയും പരാജയവും വീഴ്ചയും തന്നെയാണ്. സേവന രംഗത്തുള്ളവരെ അനാവശ്യമായി ഞെട്ടിക്കുകയും അലോസരപ്പെടുത്തുകയും ചെയ്ത ശേഷം ഉത്തരവുകൾ തിരുത്തുന്നത് കേരളത്തിൽ പതിവില്ലാത്ത കാര്യമൊന്നുമല്ല. പക്ഷേ ഇടയ്ക്കിടെ ഇത്തരത്തിൽ അശരണരെ ദ്രോഹിക്കുന്ന ഹൃദയശൂന്യത ഒരു സർക്കാരിൻ്റെയും കാലത്തുണ്ടാകാൻ പാടില്ല. ആർക്കൊക്കെയോ പെട്ടെന്നുണ്ടാകുന്ന തോന്നൽ പ്രകാരം ഇത്തരത്തിൽ ഉത്തരവുകൾ ഇറക്കുന്ന പ്രവണതയ്ക്ക് തന്നെ നിശ്ചയമായും അന്ത്യം വേണം. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.